ഹായ് മക്കളെ, അഞ്ചു സാറാണ്. എടാ, നമ്മുടെ SLC പബ്ലിക് എക്സാമിൽ ചോദിക്കുന്ന 3 ഭാഗങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ആക്കിയാലോ? സോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണും കേട്ടോ. ഒന്നാമത്തെ ആളാടാ നമ്മുടെ അമോണിയ. ആരാടാ? അമോണിയ. അമോണിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. സോ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സാർ എന്ത് ചെയ്തരാ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാ. ഒന്നാമത്തെ കാര്യം, അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ പഠിച്ചു വെച്ചോള NH3. ഒന്ന് ചെറുതാകട്ടെ. അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3 ആണ്. സോ അമോണിയന്റെ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കുക ബേസിക് നേച്ചർ ആണ്. എന്താടാ? ബേസിക് നേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റ്, ലാബിൽ നമ്മൾ അമോണിയ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ പഠിക്കാതെ പോകരുത്. ഒന്നാമത്തെ നോക്കിക്കോടാ, ഈ ഒരു സ്ട്രക്ചർ ഓർമ്മയിൽ വെച്ചാൽ മതി. ഇത് ഇങ്ങനെ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ലാബിൽ നമ്മൾ അമോണിയ ഉണ്ടാക്കുമ്പോൾ 2 ആൾക്കാരെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഒന്നാമത്തെ ആള് NH4Cl പഠിക്കട്ടോ. NH4Cl എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ്. എഴുതി വെച്ച് പഠിച്ചോ. NH4Cl-ഉം കാൽസ്യം ഹൈഡ്രോക്സൈഡുമാണ്, CaOH ഡൈസുമാണ്. സോ NH4Cl-ഉം കാൽസ്യം ഹൈഡ്രോക്സൈഡും ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് വരുന്ന വാതകം ആരായിരിക്കും ചോദിച്ചാൽ അമോണിയ ഗ്യാസ് ആയിരിക്കും, NH3 ഗ്യാസ് ആയിരിക്കും. പഠിക്കണേ, നമ്മൾ പുറത്തോട്ട് വരുന്ന വാതകം ആരാടാ? NH3 ഗ്യാസ്. ഞാൻ ഒന്ന് മോൾക്കാം കേട്ടോ. NH3 വാതകമായിരിക്കും. അതിന്റെ കൂടെ ആരുണ്ടാവൂടാ? നമ്മളെ കൂടെ H2O. പഠിച്ചു വെച്ചോ. അമോണിയന്റെ കൂടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരും വരും? H2O അഥവാ വാട്ടറും വരും. മക്കളെ, അമോണിയന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് വാട്ടർ എന്ന് പറഞ്ഞാൽ. പക്ഷേ അമോണിയ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. ആ വെള്ളത്തെ ഒഴിവാക്കണ്ടേ? ഈ വെള്ളത്തെ, വാട്ടറിനെ ഒഴിവാക്കാൻ, വാട്ടർ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് CaO അഥവാ കാൽസ്യം ഓക്സൈഡ്. പഠിച്ചു വെക്ക്. കാൽസ്യം ഓക്സൈഡ് അഥവാ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പഠിച്ചു വെച്ചോ. അപ്പൊ അമോണിയന്റെ നിർമ്മാണത്തിലെ വാട്ടറിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാരാ ചോദിച്ചാൽ കാൽസ്യം ഓക്സൈഡ് ആണ്. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാരാടാ? കാൽസ്യം ഓക്സൈഡ് ആണ്. ഈ കാൽസ്യം ഓക്സൈഡ് എന്ത് നേച്ചറാ ചോദിച്ചു കഴിഞ്ഞാൽ അവനും ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അമോണിയന്റെ നേച്ചർ തന്നെയാണ് ഈ കാൽസ്യം ഓക്സൈഡിനും ഉണ്ടാകാം. സെറ്റ് ആയിട്ട് പഠിച്ചില്ലേ? ഇനി ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു ഭാഗം ക്രിസ്റ്റൽ ക്ലിയർ ആവാ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോളാം. NH4Cl plus CaOH ഡൈസ് 2 CaCl2 plus H2O plus NH3. അമോണിയ ഉണ്ടാവും, അവന്റെ കൂടെ വാട്ടറും ഉണ്ടാവും, അവന്റെ കൂടെ കാൽസ്യം ക്ലോറൈഡും ഉണ്ടാകും. വെരി ക്ലിയർ, ബുദ്ധിമുട്ടില്ല. അപ്പൊ അമോണിയന്റെ നേച്ചർ എന്ന് ചോദിച്ചാൽ ബേസിക് നേച്ചർ ആണ്. ഇവന്റെ കൂടെ ഉണ്ടാവുന്ന വെള്ളത്തെ ഒഴിവാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാരെ ചോദിച്ചാൽ കാൽസ്യം ഓക്സൈഡ് ആണ്. സെറ്റ് അല്ലേ? ഇനി എന്റെ മക്കളെ എന്തായാലും പഠിച്ചേക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നങ്ങട്ട് ഇൻവേർട്ടർ ഒന്ന് തല തിരിച്ച് ചോദിച്ചാൽ അവിടെ വരാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കൂടാ, നമ്മുടെ അമോണിയന്റെ പ്രിപ്പറേഷനിലെ ജാറ്, അമോണിയ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ജാർ എന്തുകൊണ്ടാണ് ഇൻവേർട്ടഡ് ആയിട്ട് തല കുത്തനെ വെക്കുന്നത് എന്ന് ചോദിക്കാം. നമ്മൾ പഠിക്കാതെ പോകുന്ന ഒരു ഭാഗാട്ടോ. എന്തുകൊണ്ടാണ് അമോണിയ ഉണ്ടാക്കുമ്പോൾ, അമോണിയ നിർമ്മിക്കുമ്പോൾ ജാറ് തല കുത്തനെ വെക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവേർട്ടഡ് ജാർ യൂസ് ചെയ്യാൻ കാരണം ചോദിച്ചാൽ, അമോണിയക്ക് ഡെൻസിറ്റി വളരെ കുറവാണ്. പഠിച്ചു വെക്കണേ. അമോണിയക്ക് സാന്ദ്രത കുറവാണ്. ഡെൻസിറ്റി എന്താടാ? കുറവാണ്. അമോണിയക്ക് ഡെൻസിറ്റി അഥവാ സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് അമോണിയ എന്ത് ചെയ്യടാ? അമോണിയ തുറന്നു വിട്ടാൽ നേരെ മുകളിലോട്ടാണ് പോകും. സോ അതുകൊണ്ടാണ് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തല തിരിച്ച് തല കുത്തനെയുള്ള ജാർ ഉപയോഗിക്കാൻ കാരണം. പഠിച്ചില്ലേ? കൺസെപ്റ്റ് ഫുൾ പെർഫെക്റ്റ്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അമോണിയന്റെ നമ്മൾ പഠിച്ച ഡ്രൈയിങ് ടവർ ആണ് അഥവാ ശോഷക സ്തംഭം. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജന്റ് ആരാ ചോദിച്ചാൽ നീറ്റ് കക്ക കാൽസ്യം ഓക്സൈഡ് ക്യുക്ക് ലൈം ആണ്. എന്തിനാണ് സർ ക്യുക്ക് ലൈം യൂസ് ചെയ്യുന്നത്? റിമൂവ് ചെയ്യാനാണ്. ആരാടാ? വാട്ടർ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാനാണ്. ദ ജാർ യൂസ്ഡ് കളക്ടിങ് അമോണിയ കെപ്റ്റ് ഇൻവേർട്ടഡ്. എന്തുകൊണ്ടാണ് അമോണിയ നിർമ്മിക്കുമ്പോൾ അമോണിയ ശേഖരിക്കാൻ, നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഇൻവേർട്ടഡ് ജാർ യൂസ് ചെയ്യാൻ? ഡെൻസിറ്റി അഥവാ സാന്ദ്രത അമോണിയക്ക് വായുവിനേക്കാൾ കുറവാണ്. ക്ലിയർ ആയില്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇനി എന്റെ മക്കളോട് പഠിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. വ്യാവസായിക നിർമ്മാണം. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം. അതിന്റെ ഇക്വേഷൻ പഠിക്കാതെ ഒരു കുട്ടി പോകണ്ട. സോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയനെ പറഞ്ഞ പേരാണ് ഹേബർ പ്രോസസ്. എന്താ പറയാ? ഹേബർ പ്രക്രിയ എന്നാണ് പറയാ. ഇക്വേഷൻ എഴുതി വെച്ചോ. N2 plus 3H2 gives 2NH3 plus ET. മക്കളെ, എക്സാം ഹോളിൽ പോകുമ്പോൾ ഇത് മറക്കരുത്. നൈട്രജനെയും ഹൈഡ്രജനെയും ഒരു അനുകൂല താപനിലയിൽ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് ആര് കിട്ടുന്നത്? അമോണിയ എന്ന് പറഞ്ഞ 2NH3 കിട്ടുന്നത്. N2 plus 3H2 gives 2NH3 plus ഹീറ്റ് ആണ്. പുറത്തോട്ട് ഹീറ്റ് വരുന്നുണ്ട്. അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ബുദ്ധിമുട്ടില്ല സർ? അപ്പൊ ഇതിനെ പറഞ്ഞ പേരാണ് ഹേബർ പ്രോസസ് എന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ല. അപ്പൊ അമോണിയന്റെ കാര്യം എന്റെ മക്കൾക്ക് കുഴപ്പമില്ലല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? സോ മക്കളെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്ന സൾഫ്യൂരിക് ആസിഡ്. രണ്ടാമത്തെ ആളാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കും H2SO4.
എന്താണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4, കിങ് ഓഫ് കെമിക്കൽസ് കേട്ടോ. പരീക്ഷ പേപ്പറിൽ ചിലപ്പോൾ ചോദിക്കാം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കിങ് ഓഫ് കെമിക്കൽസ് അഥവാ കിങ് ഓഫ് ആസിഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാടാ? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് കോണ്ടാക്ട് പ്രോസസ് കേട്ടോ. എന്താ പറയാ? കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്നറിയപ്പെടുന്നു. രണ്ടാമത് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്, ഉൽപ്രേരകമാണ് V2O5 വെനേഡിയം പെന്റോക്സൈഡ്. ഇനി ഇവന്റെ ടെമ്പറേച്ചർ എത്ര ചോദിച്ചാൽ 450 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന താപനില. സെറ്റ് ആണല്ലോ. മെയിൻ ഫാക്ടുകൾ നമ്മൾ പഠിച്ചു. ഇനി കോണ്ടാക്ട് പ്രോസസ്സിൽ എന്തായാലും ചോദിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതങ്ങോട്ട് പഠിക്കാം. 4 ഇക്വേഷൻസേ ഉള്ളൂ. അതായത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ കോണ്ടാക്ട് പ്രോസസ് ഞാൻ പഠിപ്പിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഒരു നോട്ടും പെന്നും ഉണ്ടെങ്കിൽ സെറ്റ് ആട്ടോ. സോ ഒന്നാമത്തെ ആൾ എന്താ ചോദിച്ചാൽ സൾഫർ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ കേട്ടോ സൾഫർ ആണ്. സൾഫർ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു. സൾഫർ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് SO2 ആയിട്ട് മാറുന്നു. സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഒരു രാജാവിന്റെ കഥ പോലെ പഠിച്ചാൽ മതി. സൾഫർ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ആൾക്ക് സൾഫ്യൂരിക് ആസിഡ് രാജാവിനെ പോലെ ആവാൻ ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ ഇന്റെ അടുത്ത് വന്നപ്പോ ഞാൻ എന്ത് പറഞ്ഞു പറയാം, സൾഫറെ നീ പോയിട്ട് എന്ത് ചെയ്യും, ഓക്സിജനുമായിട്ട് കൂടി ചെന്ന് അമ്മായിട്ട് കത്തു എന്ന് പറഞ്ഞു. കത്താനാണ് പറഞ്ഞു, കത്തിക്കൂടെ എന്ന് പറഞ്ഞു. അതായത് ഓക്സിജനുമായിട്ടല്ലേ, കമ്പഷനെ ഹെൽപ്പ് ചെയ്യുന്ന വാതകമല്ലേ ഓക്സിജൻ. അപ്പൊ സൾഫർ ഓക്സിജനുമായി കൂടി ചേർന്ന് എന്ത് ചെയ്തു, നന്നായിട്ട് കത്തി. അപ്പൊ SO2 ആയിട്ട് മാറി. S+O2 gives SO2. കുഴപ്പമില്ല സർ. അപ്പൊ SO2 അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞു. ഞാൻ രണ്ടാമത് പറഞ്ഞു ഇജ് വീണ്ടും എന്ത് ചെയ്തോ, നന്നായിട്ട് കത്തിക്കോ എന്ന് പറഞ്ഞു. വീണ്ടും എന്ത് ചെയ്തോ, ഓക്സിജനുമായി ചേർന്ന് നന്നായിട്ട് കത്തിക്കോ. അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഒരാളാണ് വിട്ടു തരാൻ എന്നും പറഞ്ഞു. നന്നായി കത്തുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഒരാളാണ് തരും ചെയ്യാന്ന് പറഞ്ഞു. സർ അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക, SO2 എടുത്തു 2SO2 എന്നാക്കട്ടോ. 2SO2 + O2 ഓക്സിജനുമായി വീണ്ടും കത്താണ്. എന്തായിട്ട് മാറുന്നു? 2SO3 സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. സർ എവിടെ എന്റെ ഫ്രണ്ട് അവിടെ, അഥവാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളവിടെ? ആ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളാടാ നമ്മുടെ V2O5. ആരാടാ? V2O5 വെനേഡിയം പെന്റോക്സൈഡ്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ അവനെ കത്താൻ വേണ്ടി സഹായിക്കുന്ന ആരാടാ? V2O5 ആണ്, വെനേഡിയം പെന്റോക്സൈഡ് ആണ്. ഈ രണ്ട് ഇക്വേഷൻ സെറ്റ് ആയില്ല. ഒന്നാമത്തെ S+O2 gives SO2. വീണ്ടും SO2 ഞാൻ ഇടുന്നു. SO2 + O2 gives 2SO3. അപ്പൊ 2 ഉം 2 ഇവിടെ ഇട്ട് കൊടുത്താൽ അത് ബാലൻസ് ആയി. അപ്പൊ 2SO2 + O2 gives 2SO3 അഥവാ സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടി. രണ്ടെണ്ണം സെറ്റാ. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളാരാടാ? V2O5 കാറ്റലിസ്റ്റ് ഉൽപ്രേരകമാണ്. സെറ്റാണ്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കോ. നമുക്ക് കിട്ടിയ സൾഫർ ട്രൈ ഓക്സൈഡ് SO3യെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സൾഫർ ട്രൈ ഓക്സൈഡ് ഞാൻ കുറച്ച് H2SO4 എന്നോട് പറഞ്ഞു. സൾഫർ ട്രൈ ഓക്സൈഡിന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് H2SO4 കെട്ടിപ്പിടിച്ചാളാന്ന് പറഞ്ഞു. സൾഫ്യൂരിക് ആസിഡുമായിട്ട് പോയിട്ടാണ് ഹഗ് ചെയ്ത ആളാന്ന് പറഞ്ഞു. കുഴപ്പമില്ല സർ, ഞാൻ പോയിക്കോളാം. അപ്പൊ സൾഫർ ട്രൈ ഓക്സൈഡ് മെല്ലെ മെല്ലെ പോയി കണ്ട് എന്ത് ചെയ്തു അറിയോ, H2SO4 കെട്ടിപ്പിടിച്ചു. അപ്പൊ എന്തായിട്ട് മാറി അറിയോ, നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി. എന്താണ്ടായത്? SO3 + H2SO4. സൾഫ്യൂരിക് ആസിഡ് ആണ് H2SO4. നമുക്ക് കിട്ടിയ ആള് പഠിച്ചു വെച്ചോ, H2S2O7. ആരാടാ? H2S2O7. മക്കളെ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. H2S2O7 പറയുന്ന പേരാണ് ഒലിയം. എന്താ പറയാ? H2S2O7 പറയുന്ന പേര് ഒലിയം എന്നാണ്. അപ്പൊ ഒലിയത്തെ ഇനി ലാസ്റ്റ് പ്രോസസ്. അപ്പൊ ഒലിയം എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു ഇത് പോയിട്ട് വാട്ടറിലാണ് മുങ്ങിക്കോ, ഇത് സൾഫ്യൂരിക് ആസിഡ് രാജാവായിട്ട് പുറത്തോട്ട് വരുള്ളൂ. അപ്പൊ ഈ H2S2O7 ഈ ഒലിയത്തെ ഞാൻ വാട്ടറുമായിട്ട് H2 ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നു 2H2SO4 അഥവാ നമ്മുടെ കിങ് ഓഫ് കെമിക്കൽസ് സൾഫ്യൂരിക് ആസിഡ്. ഇതാണ് നമ്മുടെ കോണ്ടാക്ട് പ്രോസസ്സിലെ സ്റ്റെപ്സ്. അപ്പൊ H2SO7 എന്ന് പറഞ്ഞാൽ ഒലിയമാണ്. ഒലിയത്തെ വാട്ടറുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുക. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു ഡയഗ്രാം ആണ് നോക്കിയിട്ട് പോയിക്കോ. സൾഫർ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് SO2 ആയിട്ട് മാറുന്നു. ഈ വീണ്ടും SO2 നമ്മൾ എന്ത് ചെയ്യുന്നു, വെനേഡിയം പെന്റോക്സൈഡിന്റെ സഹായത്തോടെ വീണ്ടും കത്തുന്നു. എന്തായിട്ട് മാറാ? SO3 ആയിട്ട് മാറുന്നു. ഈ SO3 H2SO4 കൂടി ചേർന്നിട്ട് H2S2O7 അഥവാ ഒലിയമായിട്ട് മാറുന്നു. ഒലിയത്തെ ഞാൻ വാട്ടറുമായി മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് കിങ് ഓഫ് കെമിക്കൽസ് ആയുള്ള H2SO4 കിട്ടുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡിനെ കിട്ടുന്നുണ്ട്. ഇന്റെ മക്കൾ ഇത്രയും ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുക, സൾഫ്യൂരിക് ആസിഡിൽ പഠിച്ചിട്ട് പോകുക. അതിന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. സെറ്റ് ആണല്ലോ. ഇനി മൂന്നാമത്തെ ഏറ്റവും വെരി വെരി ഇമ്പോർട്ടന്റ് ആളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് പഠിക്കുമ്പോൾ ഒന്നാമത്തെ പഠിക്കുക ക്ലോർ ആൽക്കലി പ്രോസസ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലോർ ആൽക്കലി പ്രക്രിയ. ഈ ക്ലോർ ആൽക്കലി പ്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുക
പഠിക്കട്ടെ. NaOH ആണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. NaOH ആണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോർ ആൽക്കലി പ്രോസസ് അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മറ്റൊരു നെയിമാണ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്. എന്താണ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നതും ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, NaOH ആണ്. ഇവരുണ്ടാകുന്ന പ്രോസസ്സിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്തുണ്ടാ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഒന്നുമില്ല, വെറുതെയാണ് ഇത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്തരാ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇന്റെ മക്കൾ പഠിക്കേണ്ട കാര്യം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ആരാ ചോദിച്ചാൽ NaCl ആണ്, അഥവാ സോഡിയം ക്ലോറൈഡ് ആണ്. പഠിച്ചു വെച്ചോ, സോഡിയം ക്ലോറൈഡ് ആണ്. ഇവന്റെ ഗാഢത കൂടിയ സോഡിയം ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യുക. ഇവനെ പറയുന്ന പേരാണ് ബ്രൈൻ NaCl എന്നൊക്കെ പറയും കേട്ടോ, ഓർമ്മയുണ്ടാകട്ടെ, ബ്രൈൻ NaCl. ഇനി ഈ NaCl ഞാൻ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ, സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ രണ്ടാളായിട്ടാണ് സ്പ്ലിറ്റ് ആവും. ഒന്നാമത്തത് Na+ഉം രണ്ടാമത്തത് Cl-. ബുദ്ധിമുട്ടില്ല സർ, സെറ്റാ. Na+ഉം Cl-, കുഴപ്പമില്ല. രണ്ടാമത് ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ H2O. നോക്കടാ, ഇതിലൂടെ ഞാൻ NaCl കടത്തി വിട്ടു, ഓപ്പോസിറ്റ് സൈഡിലൂടെ ഞാൻ എന്ത് ചെയ്താ H2O വാട്ടർ കടത്തി വിട്ടു. വാട്ടർ കടത്തി വിട്ട് കഴിഞ്ഞാൽ രണ്ട് അയോൺസ് ആയിട്ട് വീണ്ടും മാറും. ആരൊക്കെടാ, ഒന്ന് OH- രണ്ടാമത്തത് H+. ബുദ്ധിമുട്ടില്ല മാഷെ, ഇത് ക്ലിയറാ. എന്തൊക്കെയാ പറഞ്ഞത്, NaCl സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ രണ്ടായിട്ട് മാറുന്നു സർ. ഒന്ന് Na+ഉം രണ്ടാമത്തെ Cl-. അടുത്തത് H2O ആണ്. H2Oയിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഒന്ന് OH- രണ്ടാമത്തത് H+ അയോണുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കടാ, ഇവിടെ Na-യും ഈ OH- കൂടെ Na+ഉം OH കൂടെ കമ്പൈൻ ചെയ്ത് NaOH ആയിട്ട് മാറും. NaOH എന്ന് പറഞ്ഞാൽ ആരാ, സോഡിയം ഹൈഡ്രോക്സൈഡ്. ബാക്കി രണ്ട് റിമൈനിങ് ആയിട്ട് രണ്ട് ആൾക്കാരുണ്ടല്ലോ, ആരൊക്കെയാടാ, ഒന്ന് Cl- രണ്ടാമത്തത് H+. ഈ Cl- എങ്ങോട്ടേക്കാ പോകുക, ആനോഡിലോട്ടാ പോകുക. കാരണം എന്താ, Cl-ന്റെ ചാർജ് നെഗറ്റീവാ, ആനോഡിന്റെ ചാർജ് പോസിറ്റീവാ. അപ്പൊ പോസിറ്റീവിലോട്ടാണ് നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ, സെറ്റാ. അങ്ങനെയാണെങ്കിൽ H+ എങ്ങോട്ടേക്കാ പോകുക, കാഥോഡിലോട്ടാ പോകുക. കാഥോഡിന്റെ ചാർജ് എന്താ, നെഗറ്റീവാ. നെഗറ്റീവ് ചാർജ് ഉള്ള ആള് ഹൈഡ്രജന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള അയോണിനെ അട്രാക്ട് ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞു. ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇനി അതിനൊന്നാണ് ഷോർട്ടാക്കാം. നോക്കിക്കോ, സോഡിയം ക്ലോറൈഡ് ജലത്തിലേക്കുമ്പോൾ ഉണ്ടാകുന്ന അയോണുകൾ ഏതെല്ലാം, NaCl നമുക്ക് ജലത്തിലേക്കുമ്പോൾ നമുക്ക് രണ്ടായിട്ട് മാറും. ഒന്ന് Na+ഉം രണ്ടാമത്തെ Cl-. ബുദ്ധിമുട്ടുണ്ടോ, സെറ്റാണ് സർ. അടുത്തത് ആനോഡിൽ ഓക്സീകരണത്തിന് വിധേയമാകുന്നത്, രണ്ടാമത്തെ നമുക്ക് ഒന്നുണ്ട് H+ ഉണ്ടാവും, OH- ഉണ്ടാവും. അടുക്കട്ടെ. സോ ആനോഡിൽ ഓക്സീകരണത്തിന് വിധേയമാകുന്ന അയോൺ ഏതാണ്, ആനോഡിലോട്ട് വരുന്നത് ആരാടാ, Cl- ആണ്. ബുദ്ധിമുട്ടില്ല. ഇനി ഓക്സീകരണ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ പഠിച്ചു വെച്ചോ. 2Cl- gives Cl2 + 2 ഇലക്ട്രോൺ. എഴുതി വെച്ചോ, 2Cl- gives Cl2 + 2 ഇലക്ട്രോൺ ആണ്. ഇനി കംപ്ലീറ്റ് ദ റിഡക്ഷൻ ഇക്വേഷൻ, നിരോക്സീകരണത്തിന് വിധേയമാകുന്നത് വാട്ടർ ആണ് എന്നുള്ള കാര്യം അറിയാം. 2H2O + 2 ഇലക്ട്രോൺ gives H2 + 2 OH-. ഇവിടെ വരുന്ന ഗ്യാസ് ഏതാടാ, ഇവിടെ വരുന്ന ഗ്യാസ് ചോദിച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് മാഷേ. ഇവിടെ വരുന്ന ഗ്യാസ് ഹൈഡ്രജൻ വാതകമാണ്. പൊന്നു മക്കളെ, ഇത് പഠിക്കാതെ പോകണ്ട. ഈ ഭാഗത്തുണ്ട് എല്ലാ കാര്യങ്ങളും. ആനോഡിൽ വരുന്നത് ക്ലോറിൻ ആണ്, കാഥോഡിൽ വരുന്നത് ഹൈഡ്രജൻ ആണ്. ആനോഡിന്റെ ഇക്വേഷൻ ഓക്സിഡേഷൻ ഇക്വേഷൻ, റിഡക്ഷൻ ഇക്വേഷൻ, വെരി ക്ലിയർ. അപ്പൊ ഈ ക്ലോർ ആൽക്കലി പ്രോസസ് ഈ ഭാഗം എന്റെ മക്കൾ നോക്കാതെ പോകരുത്. ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ. സോ അമോണിയ പറഞ്ഞു, സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞു, സോഡിയം ഹൈഡ്രോക്സൈഡ് പറഞ്ഞു. ഈ മൂന്ന് ആൾക്കാർ മക്കളെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളാം. ബാക്കി അടുത്തൊരു കണ്ടന്റ് വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.